നമസ്കാരം. ഞാനിപ്പോൾ വീണ്ടും എത്തിയിരിക്കുന്നത് ഡെൽമ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഷാർജയിലാണ്. ഡോക്ടർ ടിനു തമ്പിയുമായിട്ടുള്ള വീണ്ടും അഭിമുഖം തുടരുകയാണ്. സാറേ നമസ്കാരം. നമസ്കാരം. ഇപ്പം ഭയങ്കരമായിട്ട് ചൂട് നിൽക്കുകയാണ്. ഈ ചൂടിൽ തന്നെ നമുക്ക് എന്താണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വെള്ളം കുടിക്കണം, പിന്നെ എനർജി ലെവൽ കൂട്ടണം, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ നമുക്ക് ആയുർവേദത്തിലൂടെ എന്തൊക്കെ നമുക്ക് അഡ്വാൻറ്റേജാണ് കൊടുക്കാൻ പറ്റുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാം. നമുക്ക് ആയുർവേദത്തിൽ 2 ടൈപ്പ് കാലം പറയുന്നുണ്ട്. ഒന്ന് ആദാനകാലവും വിസർഗകാലവും. ഇപ്പം ചൂട് ടൈം, ഇപ്പം കഴിവതും നമ്മൾ ഈ മാർച്ച് തൊട്ട് ഒരു സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ വരെ നമ്മൾ ആദാനകാലം എന്ന് പറയും. ഇപ്പം ചൂട് കൂടുന്ന കാലത്ത്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ടൈമിൽ നമ്മുടെ എനർജി ലോ ആയിരിക്കും. ഇപ്പോൾ പറഞ്ഞതിൻ്റെ തൊട്ട് ബോഡിക്ക് ക്ഷീണം കാണും, നമുക്ക് അമിതമായ ദാഹവും ടയർഡ്നെസ്സും ഒന്നിനും ഒരു എനർജി ഇല്ലാത്തൊരു കാലമാണ് ചൂടുകാലം. എന്നാൽ തണുപ്പിൽ നേരെ ഓപ്പോസിറ്റ്, അത് നമുക്ക് വിസർഗകാലം. ആ ടൈമിൽ നമുക്ക് എനർജി ആയിരിക്കും, നമുക്ക് ഹാർഡ് എക്സസൈസ് ചെയ്യാം, ബോഡിക്ക് എപ്പോഴും ഒരു ഉണർവുള്ള ടൈം. അപ്പോൾ ഈ ടൈമിൽ പാലിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ ചെയ്യേണ്ട മെയിൻ, ഞാൻ എപ്പോഴും പറയുന്നതിലോട്ട് ആഹാരത്തിലാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ടൈമിലുള്ള ആഹാരങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ, ഈ ടൈമിൽ പിത്തം എന്ന് പറയും, പിത്തദോഷം ബോഡി കൂടുന്ന ടൈം. അപ്പോൾ അഗ്നി കുറയുകയും ചെയ്യും. അപ്പം നമുക്ക് അഗ്നി എന്ന് പറയുമ്പോൾ ഡൈജസ്റ്റീവ് ഫയർ കുറയുന്ന ടൈം. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് സ്പൈസിയോ സോർ ഫുഡുകൾ എന്ന് വെച്ചാൽ പുളിയുള്ള ഭക്ഷണങ്ങൾ, പിന്നെ ഒരുപാട് നോൺ വെജ് ആഹാരങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കണം. ഓക്കെ. ബോഡി തണുപ്പിക്കുന്ന ആഹാരങ്ങൾ എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ്, സീസണൽ ഫ്രൂട്ട്സ് കഴിക്കാം, വെള്ളം ധാരാളം കുടിക്കാം, ഒരുപാട് സ്പൈസി അല്ലാത്ത ഫുഡുകൾ, നമ്മൾ കേട്, തൈര്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ടൈം. ഡെയിലി പറ്റുമ്പോൾ നമ്മളെപ്പോഴും ഞാൻ പറയുന്നത് ഇളനീർ കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിൽ മോര്. ഇതൊക്കെ നമ്മൾ പാലിച്ച് വലിയ വ്യായാമം ചെയ്യാതെ, ഒരുപാട് എക്സസൈസ് ചെയ്യരുതെന്നാണ് പറയുന്നത് ഈ ടൈമിൽ റിഗ്രസറായിട്ട്. എന്നാൽ ജനറൽ മോഡറേറ്റ് എക്സസൈസ് നമുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതല്ല. അതുപോലെ സ്ലീപ്പ്, നമ്മളെ ടൈമിങ് എപ്പോഴും രാത്രി കുറച്ച് നേരത്തെ കിടന്നിട്ട് രാവിലെ നേരത്തെ എണ്ണിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ഒരുപാട് ലേറ്റ് ഉറങ്ങിയാലും അത് ബോഡിയെ നമുക്ക് എഫക്റ്റ് ചെയ്യും, നമുക്ക് നെക്സ്റ്റ് ഡേ ഉള്ള എനർജി ലെവൽ കുറയും. അപ്പോൾ ഇതിൽ മെയിൻ നമ്മുടെ ആയുർവേദത്തിൽ പറയുന്ന ആഹാരം വിഹാരം തന്നെ. പിന്നെ ട്രീറ്റ്മെൻറ്റ്സ് വൈസ് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് കഴിഞ്ഞ ഇതിലും പറഞ്ഞതിൻ്റെ തൊട്ട് നമുക്കിപ്പം ചൂട് കാലത്ത് ചെയ്യാൻ പറ്റിയ ആയുർവേദ ചികിത്സകളാണ് ഇപ്പം എല്ലായിടത്തും നടക്കുന്നത്. മോസ്റ്റ്ലി നമ്മുടെ ഇവിടെയും അതാണ് കൂടുതലും ഞാൻ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അതിലൊന്ന് വരുന്നത് അഭ്യംഗം തന്നെയാണ്, എണ്ണ തേച്ചുള്ള. അപ്പം അതിന് ഈ ടൈമിൽ ചൂട് കാലത്ത് ഉപയോഗിക്കുന്ന എണ്ണകൾ വേറെ, ബോഡിയെ തണുപ്പിക്കുന്ന എണ്ണകളും ഉണ്ട് ട്രീറ്റ്മെൻറ്റ്സിൽ. ചൂട് എണ്ണയാണ് ഉപയോഗിക്കുന്നെങ്കിലും അതിൻ്റെ എഫക്റ്റ് നമുക്ക് തണുപ്പ് കിട്ടുന്ന ഓയിൽസ്. അപ്പോൾ അതുപോലെ തലയിലായാലും നമ്മൾ പുരട്ടാൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ നീലിമൃങ്കാതി, അങ്ങനെ തണുപ്പ് കിട്ടുന്ന ഓയിൽസൊക്കെ നമുക്ക് ഈ ടൈം യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും. നമുക്ക് നല്ല ഉറക്കം കിട്ടാനും ക്ഷീരബല, അതുമൊക്കെ നല്ല എഫക്റ്റീവ് ഓയിൽസ്. അതുപോലെ അഭ്യംഗം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഞവര ലേപനം എന്ന് പറഞ്ഞൊരു ചികിത്സയുണ്ട്. അത് ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ശക്തി തരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്. അതിൽ ഞവരയരിയും പാലും അങ്ങനെ കുറച്ച് മെഡിസിൻസും ഹെർബ്സും കൂടെ ചേർത്തിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ട് അത് വെച്ചുള്ള ലേപനം. അപ്പോൾ അത് അഭ്യംഗം കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. പിന്നെ ഞാൻ അന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉറക്കക്കുറവനും കാര്യങ്ങൾക്കും ഒക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ചക്രധാര. അപ്പോൾ അതും നല്ല എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ എപ്പോഴും ഈ ടൈമിൽ പോയി അല്ലാതെ നമ്മൾ ശരീരം ഇളക്കുന്ന ചികിത്സകൾ, ആരോ പറഞ്ഞതിൻ്റെ കർക്കിടകക്കഞ്ഞി ഇപ്പോൾ ഇവിടെയും കുടിക്കാമെന്ന് ചോദിച്ചാൽ ഇവിടെ കർക്കിടകമല്ലല്ലോ, അത് നാട്ടിലല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വിരുദ്ധ നമ്മൾ വിഹാരങ്ങൾ ചെയ്താൽ അത് ശരീരത്തെ നമുക്ക് ദോഷമായിട്ട് ബാധിക്കും. അപ്പോൾ ഇവിടുത്തെ സീസൺ അനുസരിച്ച് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ്സും പ്ലാൻ ചെയ്യാം. താങ്ക് യു. ഒരു നല്ല ഇതാണ്, കാരണം ആൾക്കാർക്ക് അതുകൊണ്ടൊരു ഉപകാരപ്പെടുന്ന കാര്യമാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്.